ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബാക്ക് ടു ഹാർമണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. നമ്മൾ ചർച്ച ചെയ്തു വരുന്ന സീരീസ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന സീരീസിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും കണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ADRനെ കുറിച്ചാണ്. ADR എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നുള്ളതാണ്. WHO അഥവാ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ മരണകാരണങ്ങളിൽ ഒരു കാരണമായിട്ട് എണ്ണിയിട്ടുള്ളത് മരുന്നിൻ്റെ പാർശ്വഫലം മൂലമുള്ള മരണം എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയാണ്. മരുന്ന് കഴിച്ച് രോഗികളാകുന്നത് 35% ആണ് എന്ന് പറഞ്ഞത് ഫാർമസി കൗൺസിലിൻ്റെ, ഇന്ത്യയുടെ ഫാർമസി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ബി സുരേഷാണ്. പറഞ്ഞു വരുന്നത് മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ്, മരുന്നുകളുടെ പാർശ്വഫലം, അതുമൂലം മരണം പോലും സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇന്ന് കോവിഡ് കാലം നമ്മൾ കണ്ടു, പാൻഡമിക് കോവിഡ് സമയം കൂടി കടന്നു പോയപ്പോൾ വാക്സിൻ വന്നു. അത് രണ്ടഭിപ്രായം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഹൃദയാഘാത മരണങ്ങളെയൊക്കെ കുറിച്ച് ICMR പോലുള്ള പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങൾ ചർച്ച അല്ലെങ്കിൽ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അതൊരു കാരണമാണെന്ന് എണ്ണിപ്പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആരോഗ്യ അവസ്ഥ ശുഭകരമാണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടത് ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണോ മരുന്ന് കഴിക്കേണ്ടത് എന്നുള്ളിടത്താണ് ചോദ്യം. അപ്പോൾ അവിടെ ഒന്നുകൂടി കൂട്ടി പറയുകയാണെങ്കിൽ നമ്മുടെ പത്മഭൂഷൺ ഡോക്ടർ BM ഹെഡ്ഗെ പറഞ്ഞിരിക്കുന്നത് മരുന്നിൻ്റെ പാർശ്വഫലം മൂലം രോഗികളായി പോകുന്നത് രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ മരുന്നിൻ്റെ പാർശ്വഫലം മൂലം മരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അത് കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഓരോ കാലം മുന്നോ കഴിയുമ്പോഴും പല സമയം, ഇപ്പോൾ ഏറ്റവും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കഴിഞ്ഞ ജൂണിൽ ഒരു ബാച്ച് മരുന്നുകൾ 14ഓളം മരുന്നുകൾ നിരോധിച്ചതായിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് അങ്ങനത്തെ നിരോധിക്കുന്ന വാർത്തകളിൽ ഒരു വാർത്ത മാത്രമാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ എത്രയോ വാർത്തകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മരുന്നിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾക്ക് സ്വാഭാവികമായി കിട്ടിയ ഒരു ആരോഗ്യമുണ്ട്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. അപ്പോൾ ആ ആരോഗ്യത്തെ, ആ സമഗ്ര ആരോഗ്യത്തിലേക്ക് വരണമെങ്കിൽ ആ ആരോഗ്യത്തിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാതെ മറിച്ച് നിങ്ങൾ ആരോഗ്യം അപജയം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ചികിത്സയിലേക്ക് പോയി പിന്നെ അതിൽ തുടർന്ന് നിങ്ങൾ മരുന്ന് കഴിച്ച് മരുന്നിൻ്റെ ഒരു നിത്യരോഗിയായി അതിൻ്റെ മരുന്നിൻ്റെ അടിമകളായി മാറുന്നു എന്ന് തന്നെ പറയാം. ഒരു വേള അതുമൂലം മരണം പോലും സംഭവിക്കാൻ അത് കാരണമാകുന്നു എന്നുള്ളിടത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.